കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു റിസർച്ച് സെന്റർ ആണ്. അവിടെ നമ്മുടെ കഥാനായികയായിട്ടുള്ള വേറാനോട് അവിടുത്തെ സയന്റിസ്റ്റ് നിങ്ങളത് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണോ? ഈ ഒരു എക്സ്പെരിമെന്റിൽ നിങ്ങളൊരു സബ്ജക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുനിന്ന് തന്നെ ഡിസപ്പിയർ ആയി പോകും, ഒന്നുകൂടി ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല, ഞാനിത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്, എനിക്കിത് മാറ്റാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അതായത് ഇവള് ഒരു വലിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമാവാൻ പോവാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് അവളുടെ ലൈഫ് അവസാനിപ്പിക്കാനും പോവാണ്. ആ ഒരു എക്സ്പെരിമെന്റ് എങ്ങാനും ഫെയിൽ ആയാൽ ഇവൾക്ക് ഒരിക്കലും പിന്നീട് തിരിച്ചു വരാൻ സാധിക്കില്ല. ഫെയിൽ ആവാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവളോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇവളുടെ തീരുമാനം ഉറച്ചതാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇവളുടെ മരണ സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഇവൾക്ക് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് അവളോട് നിങ്ങളുടെ ഫാമിലിയോടൊക്കെ എന്തായാലും ഒരു ഗുഡ് ബൈ പറഞ്ഞേക്ക്, കറക്റ്റ് 7 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് വണ്ടി വരും, അതിൽ കയറി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവളും ഓക്കെ ഒക്കെ പറഞ്ഞു പോവാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു ന്യൂസ് വരുന്നു. അതായത് അവിടുത്തെ ഒരുപാട് വലിയ ബ്രാൻഡുകളുടെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ സൂയാൻ അദ്ദേഹത്തിന്റെ പുതിയൊരു സംരംഭത്തിന് ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുകയാണ്. അതായത് വെയ്റാൻ എന്ന. അത് ഇവളുടെ മറ്റാരുമല്ല, ഹസ്ബൻഡ് തന്നെയാണ്. 7 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവരുടെ വിവാഹ ആനിവേഴ്സറി വരാൻ പോവാണ്, 3ാമത്തെ വിവാഹ ആനിവേഴ്സറി. അതുകൊണ്ട് തന്നെ അവൻ വൈഫിനുള്ള സമ്മാനമായിട്ടാണ് അവളുടെ പേര് തന്നെ ഒരു ബ്രാൻഡ് ആക്കി മാറ്റി ഇപ്പോൾ എല്ലാവർക്കും മുന്നിലും സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോ അത് കണ്ട ഈ സയന്റിസ്റ്റ് ഇവളോട് അല്ല, നിങ്ങളെ മിസ്റ്റർ സൂയാന്റെ വൈഫാണോ? അദ്ദേഹം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ പരീക്ഷണത്തിന് നിൽക്കണോ എന്ന് ചോദിക്കുമ്പോഴും ഇവളുടെ തീരുമാനത്തിൽ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സമയം വരെ ഇവളുടെ ഹസ്ബൻഡിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. അവന്റെ ലൈഫിൽ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവള് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ അടുത്തിടെയാണ് അതൊന്നും അങ്ങനെയല്ല എന്ന് ഇവള് തിരിച്ചറിയുന്നത്. കാരണം ഇവളുടെ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് മരണപ്പെടുന്നത്. പക്ഷെ ആ ഒരു മരണം അറിയിക്കാനോ അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് അവൾക്കൊരു ആശ്വാസമായിട്ടോ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവള് ഒരുപാട് അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കോൾ അവൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവള് ഒരുപാട് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കോൾ എടുക്കുന്നത് മറ്റൊരു പെണ്ണാണ്. അവള് കോൾ എടുത്തിട്ട് എന്തിനെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, നിന്റെ ഭർത്താവ് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എന്നോടൊപ്പമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഇവൾ അത് കേട്ട് ഷോക്കായി. അതിന് നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ നിന്റെ ഹസ്ബൻഡിന്റെ ഗേൾഫ്രണ്ട് ആണ്, പേര് ലിയ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ നിന്റെ ഹസ്ബൻഡ് എന്നോടൊപ്പമാണ് ഉള്ളത്, നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ റോയൽ ക്ലബിലേക്ക് ഇപ്പൊ തന്നെ വരാനായിട്ട് പറയുന്നു. ഇവളും പിന്നീട് ഒന്നും ചിന്തിക്കുന്നില്ല, ഉടനെ തന്നെ ആ ഒരു ക്ലബിലോട്ട് എത്തുകയാണ്. അവൾ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇവളെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഇവളുടെ ഹസ്ബൻഡ് മറ്റൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നതും അവളെ കിസ് ചെയ്യുന്നതും അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതൊക്കെയാണ് കാണുന്നത്. ഇവൾക്ക് ആകെ സ്വന്തമായിട്ടുണ്ടായിരുന്ന അവളുടെ അമ്മ മരിച്ച ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇതും കൂടെ കണ്ട് അവളെ ഫുള്ള് തകർന്നു പോവുകയാണ്. അപ്പോ ഇവളെ അവിടെ വന്നിരിക്കുന്നത് ലിയ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് കുറച്ചുകൂടി ഇവളെ വേദനിപ്പിക്കാനായിട്ട് സൂയാനോട് ഒരുപാട് ക്ലോസ് ആവുകയും അവനിട്ട് ആ ഒരു റിങ് ഇവളെ എടുത്തു കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടും ഇവള് അങ്ങോട്ട് ചെന്ന് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്ന കേക്കില് ഇവൾ അറിയാതെ തട്ടാനായിട്ട് പോകുന്നു. പക്ഷെ ആ വെയിറ്റർമാര് ഇവളോട് എവിടെ നോക്കിയടി നടക്കുന്നത്, ഇത് എത്ര രൂപയുടെ കേക്കാ, നിനക്കൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ചു തള്ളുന്നു. അതുകൊണ്ട് തന്നെ വേയുടെ തല അവിടെ ചെന്ന് ഇടിച്ച് മുറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവളിപ്പോ ഇത്രയും വലിയൊരു ഡിസിഷൻ എടുത്തതും. ഇവളുടെ ഹസ്ബൻഡ് ഇവൾക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഒരു വലിയ ഗിഫ്റ്റ് തന്നെയാണല്ലോ എല്ലാവരുടെ മുന്നിൽ വെച്ചും അനൗൺസ് ചെയ്തത്. ഇവളും അവനൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. സോ ആ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇവള് പാക്ക് ചെയ്യുന്നത് ഇവളുടെ ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഇപ്പോ അവളുള്ളത് അവരുടെ ആ ഒരു വീട്ടിലാണ്. അപ്പോഴേക്കും സൂയാനും അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാണ്. ഇത്രയും ദിവസമായിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റാത്തതിന്റെ റീസൺ ആയിട്ട് അവൻ പറയുന്നത് നിനക്കുള്ള വെഡിങ് ആനിവേഴ്സറി ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു എന്താണ്. ഇവന്റെ ആ ഒരു അഫെയറും കാര്യങ്ങളൊക്കെ ഇവൾ അറിഞ്ഞു എന്ന് ഇവൻ അറിയുന്നില്ല. പക്ഷെ ഇവന്റെ കഴുത്തിലുള്ള മാർക്സും കാര്യങ്ങളൊക്കെ ഇവള് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് നിർമ്മിക്കുന്ന തിരക്കിലൊന്നും ആയിരുന്നില്ല, ഇവൻ ഗേൾഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവളും ഇവളുടെ വിവാഹ സമ്മാനമായിട്ട് അവള് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു നൽകുന്നു. അവൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവള് ഇനിയും നമ്മുടെ വിവാഹ ആനിവേഴ്സറിക്ക് 7 ദിവസം ബാക്കിയില്ലേ, അന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൻ അത് ഇപ്പൊ തുറക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോ ഇവനും അതെ അത് അപ്പം നോക്കുന്നത് തന്നെയാ നല്ലത്, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവളോട് വളരെ സ്നേഹത്തില് നമ്മുടെ 3ാമത്തെ ആനിവേഴ്സറി അല്ലേ വരാൻ പോകുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഒരിക്കലും മടിക്കില്ല, അതുകൊണ്ട് തന്നെ മരണത്തിനല്ലാതെ നമ്മളെ വേർപെടുത്താനാവില്ല എന്നൊക്കെ ഇങ്ങനെ പൈങ്കിളി അടിക്കുമ്പോൾ ഇവള് മനസ്സിൽ അതെ മരണം കൊണ്ട് നമ്മൾ എന്തായാലും വേർപെടും, നിങ്ങൾ 7 ദിവസത്തിനകം അതറിയും എന്ന് പറഞ്ഞ് അവൾ നല്ലോണം തന്നെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇപ്പോ ഇവളുടെ 2ാമത്തെ ദിവസമാണ്. അവളുടെ വീട്ടില് ഇവളുടേതെന്ന് പറഞ്ഞ് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇവൾ അവിടെ നിന്ന് മാറ്റാണ്. അവളുടെ ഒരു ഓർമ്മ പോലും ആ വീട്ടില് അവശേഷിക്കാതിരിക്കാനായിട്ട്. അതിനുശേഷം ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. അവളോട് മാത്രമാണ് ഇവൾ ഇത്രയും വലിയൊരു തീരുമാനം എടുത്തു എന്ന കാര്യം പറയുന്നത്. അല്ലാണ്ട് അവൾക്കത് പറയാൻ ആരുമില്ല, ആകെ ഉണ്ടായിരുന്ന അമ്മ മരിച്ചല്ലോ.
സത്യത്തിൽ ഇവളുടെ ജീവൻ ഏതോ ഒരുത്തിനു വേണ്ടി കൊടുക്കുന്നതല്ല, ഇവളുടെ അമ്മയുടെ ഒരു ഡ്രീം പ്രോജക്റ്റിന് ഇവളെ ഒരു പരീക്ഷണ വസ്തു ആവാൻ പോവുകയാണ്. അമ്മയുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് അവളത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫ്രണ്ടും ഇവളോട് അത് വേണോ എന്ന് ഇവളോട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവളുടെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് താനത് എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് ജി എടുത്ത് പറയുന്നു. മാത്രമല്ല നീ ഇത് ആരോടും പറയാൻ പോകണ്ട എന്നും ഇവള് പറയുന്നുണ്ട്. അപ്പോഴേക്കും സൂയാനും ഇവൾക്കുള്ള ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് എത്തുന്നു. ഇവൻ എല്ലാ ഞായറാഴ്ച ദിവസവും ഇവൾക്ക് ഈ ഒരു സൺഫ്ലവേഴ്സ് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനോട് അല്ല നിങ്ങൾ ഇനിയും എത്ര നാളാ ഇത് തുടരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 5 വർഷത്തോളമായി. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം ആവാൻ പോകുന്നു. 2 വർഷം പ്രണയിച്ചിട്ടാണ് ഇവരെ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു ഇഷ്ടം സ്വീകരിച്ച നാള് മുതൽ ഇവൻ ഈ ഒരു സൺഫ്ലവേഴ്സ് ഇവൾക്ക് എല്ലാ സൺഡേസും കൊടുക്കാറുണ്ട്. അപ്പൊ ഇവളുടെ മനസ്സിലേക്കും ആ ഒരു ഇഷ്ടം പറഞ്ഞ ദിവസം കടന്നു വരുന്നു. ഇവനോട് ആ ഒരു ദിവസം ഇഷ്ടം പറഞ്ഞ സമയം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ സ്ഥാനം നീ മറ്റൊരാൾക്ക് നൽകിയാല് തീർച്ചയായും അതിനെ പറ്റി പിന്നെ ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല. ഞാനായിട്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് പോവും എന്ന് ഇവനോട് പറഞ്ഞ സമയത്ത് അവൻ ഇവളോട് പറഞ്ഞത് ഈ സൺഫ്ലവർ പോലെ തന്നെ ഞാൻ നിന്നോട് ലോയൽ ആയിരിക്കാം, ഞാൻ ഒരിക്കലും മറ്റൊരാളായിട്ട് പ്രണയത്തിലാവില്ല എന്നൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പൊ ഒരു 5-6 ഡയലോഗ്സ് മാത്രമായിരുന്നു എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അത് ഓർക്കുമ്പോൾ നല്ല സങ്കടമാവുന്നുണ്ട്. ഇവൻ ഇപ്പോഴും ഇവന്റെ പ്രണയത്തിൽ യാതൊരുവിധ മാറ്റം വന്നിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവളോട് സംസാരിക്കുന്നത്, ഒരു കുറ്റബോധവും ഇല്ലാതെ. അപ്പോ ആ ഒരു ഫ്ലവേഴ്സ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഒരു റിങ്ങും ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു റിങ് കാണുന്ന സമയം തന്നെ ഇവൾക്ക് അന്നിവൻ ലീവ് പ്രൊപ്പോസ് ചെയ്ത് ഇട്ടുകൊടുത്ത റിങ് ആണെന്ന് മനസ്സിലാവുന്നു. ആ റിങ് അല്ല, അതേ സെയിം റിങ്. ഇവളോട് ഇത് സ്പെഷ്യൽ ആയിട്ട് നിനക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇവൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ അവനോട് ഞാൻ നിങ്ങളുടെ ഇഷ്ടം സ്വീകരിച്ചപ്പോ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എന്റെ സ്ഥാനത്ത് കാണുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കുമെന്ന് എന്ന് പറയുമ്പോ ഇവനൊന്ന് പേടിച്ച് അതിനിപ്പോ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല, ഞാൻ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തതാണ് എന്ന് പറയുമ്പോ ഇവൻ വീണ്ടും ഞാൻ ഒരിക്കലും മറ്റൊരാളായിട്ട് പ്രണയത്തിലാവാൻ പോകുന്നില്ല, നിന്റെ സ്ഥാനം മറ്റാർക്കും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോ ഇവൾക്ക് മനസ്സിലായി ഇവനോട് വെറും പുച്ഛം മാത്രമാണ്. എന്നാൽ അപ്പോഴേക്കും ലിയ ഇവനെ കോൾ ചെയ്യുന്നു. ഇവൻ ഇവളുടെ മുന്നിൽ വെച്ച് കോൾ എടുക്കാൻ മടിച്ചിട്ട് മാറിപ്പോയി നിന്ന് വ്യക്തമായിട്ടൊന്ന് സംസാരിക്കാതെ ഓക്കെ ശരി അങ്ങനത്തെ റിപ്ലൈക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കോള് വെച്ചിട്ട് സൂയാൻ എനിക്കൊരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്, പോയേ പറ്റൂ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവളുടെ 3ാമത്തെ ദിവസമാണിത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഇവള് കലണ്ടറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവനൊരു ഡ്രസ്സ് ഇവൾക്ക് വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. സോ ആ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് ഇപ്പോ അവനോടൊപ്പം എത്തിയിരിക്കുകയാണ്. ആ ഒരു ഡ്രസ്സ് ആണെങ്കിൽ ഫുള്ള് ഡയമണ്ട് പിടിപ്പിച്ചതാണ്. അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അവൻ ഇവൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അവളോടൊപ്പം തന്നെ ഇവളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള GM ഉണ്ട്. അതിനുശേഷം സൂയാൻ അവിടുത്തെ സ്റ്റാഫിനോട് ഈ ഒരു ഡ്രസ്സ് 5ാം ദിവസം കറക്റ്റ് വീട്ടിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളോട് അത് പോയി ഇനി ചേഞ്ച് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ അവളും അത് ചേഞ്ച് ആക്കിയിട്ട് വരുമ്പോ ജിയ ഇവളോട് എടി നീ എടുത്ത തീരുമാനം ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും, നീ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും സൂയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അവന് നിന്നോട് എന്ത് ഇഷ്ടമാണ്, നിന്നെ എന്ത് കെയറോട് കൂടിയാണ് നോക്കുന്നത്, അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ലിയയുടെ ഒരു ഇന്റർവ്യൂ അവിടുത്തെ TV-യിൽ നടക്കാണ്. നമ്മുടെ സൂയാൻ വെയറാന്റെ പേരിൽ ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണല്ലോ. ആ ഒരു കമ്പനിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടാണ് ഇവളിപ്പോ ഉള്ളത്. മാത്രമല്ല ഇവളൊരു ചെറിയ ആക്ട്രസും കൂടിയാണ്. ഈ സ്പോക്സ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കമ്പനിയുടെ കാര്യങ്ങളും ബ്രാൻഡിന്റെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ അറിയിക്കുന്ന ഒരു വ്യക്തി. സോ അപ്പോ ആ ഒരു ആങ്കർ ഇവളോട് ഇത്രയും വലിയൊരു പൊസിഷനിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, ആരോടാണ് ഇതിന് നന്ദി പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ലിയ മറുപടി കൊടുക്കുന്നത് എനിക്ക് ഒരാളോട് മാത്രമേ താങ്ക്സ് പറയാനുള്ളൂ, അതിന്റെ ബോയ് ഫ്രണ്ടിനോടാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവൾക്ക് അത് തന്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ലിയ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അത് മാത്രമല്ല ഇവളെ ഇന്റർവ്യൂല് എന്റെ ബോയ് ഫ്രണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, എല്ലാ സൺഡേസും എനിക്ക് സൺഫ്ലവേഴ്സ് ഗിഫ്റ്റ് തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറാനോട് ഇവൻ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം തന്നെ ഇവളോടും പറയാറുണ്ട്. അത് മാത്രമല്ല ലിയ ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം കേൾക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. അവളോട് പറയുന്ന പോലെയാണ് അവൾ ആ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് ആ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. സോയാനും അവിടെ നിന്ന് ആ ഒരു ലിയയുടെ ഇന്റർവ്യൂ ഫോണില് കണ്ടുകൊണ്ട് നിൽക്കാണ്. അത് വേറാനും ശ്രദ്ധിക്കുന്നുണ്ട്. ലിയ വീണ്ടും ഇന്റർവ്യൂല് അവനവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന വേറാൻ സൂയാന്റെ മനസ്സിൽ ഇവൾക്ക് ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തകർന്നു പോവാണ്. നേരത്തെ സൂയാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ജിയയ്ക്ക് പോലും അതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് അവൾ വളരെ അടുത്തു നിന്ന് കണ്ട് അറിഞ്ഞതാണല്ലോ. ലിയ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് കൂടുതൽ സമയമൊന്നും ഇവൾക്ക് നിൽക്കാനാവുന്നില്ല. കാരണം ഇവള് അത്രയും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയെ തന്നെ ഇമാതിരി ട്രീറ്റ് ചെയ്യുന്ന അവള് സ്വപ്നം
സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾക്ക് നിൽക്കാൻ പോലും കെൽപ്പില്ലാതെ അവൾ അവിടെ വീണ് പോകുന്നു. അത് കണ്ട് സൂയാനും അങ്ങോട്ട് ഓടി വന്ന് പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അവള് തനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, വീട്ടിൽ പോയാൽ മതി, റെസ്റ്റ് എടുക്കുമ്പോൾ ശരിയാവും എന്നവനോട് പറയുന്നു. അങ്ങനെ ഇവനും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയം തന്നെ ലിയ ഇവനെ വിളിച്ചിട്ട്, ഞാൻ എന്റെ വീട്ടില് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, എനിക്ക് ഇപ്പൊ തന്നെ കാണണം, കണ്ടേ പറ്റൂ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചി വിളിക്കുന്നു. അവളെ സംസാരിക്കുന്നതൊക്കെ തന്നെ ഇവർ രണ്ടുപേരും കേൾക്കുന്നുണ്ട്. ഇവന്റെ വിചാരം ഇവരതൊന്നും കേൾക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവൻ ഒന്നും നോക്കുന്നില്ല. ഇവരോട്, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം, അതില് വീട്ടിലേക്ക് പോക്കോളൂ എന്ന് പറഞ്ഞിട്ട് വയ്യാത്ത ഇവളെ വീട്ടിൽ കൊണ്ടുവിടാനുള്ള മനസ്സ് പോലും ഇവൻ കാണിക്കുന്നില്ല. ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ട് ഇവരെ രണ്ടുപേരെയും അതിൽ കയറ്റിയിട്ട് ഇവൻ അവളെ കാണാനായിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ വേറാൻ അവൻ എങ്ങോട്ടാണ് പോകുന്നത്, ലിയയുടെ അടുത്തേക്ക് തന്നെയാണോ എന്ന് അറിയാനായിട്ട് ആ ഒരു കാറിനെ ഫോളോ ചെയ്ത് പോവാനായിട്ട് ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു. അവൻ നേരെ വരുന്നത് മറ്റെങ്ങോട്ടുമല്ല, ലിയയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അവളെ കണ്ട് ഇവൻ വളരെ ഹാപ്പി ആവുന്നു. അതേപോലെ തന്നെ അവളും. അതുകൊണ്ട് തന്നെ പൊക്കിയെടുത്ത് അവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ പിറകെ തന്നെയാണ് ഇവരും അങ്ങോട്ട് എത്തുന്നത്. ഇവര് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അവര് ഒന്നായിട്ട് അകത്തുള്ളതാണ്. ജിയയ്ക്ക് ഇതൊക്കെ നേരിട്ട് കണ്ടിട്ട് പോലും അവന്റെ ആ ഒരു പ്രവൃത്തികളെ വിശ്വസിക്കാനേ ആവുന്നില്ല. ഇവൻ എന്ത് വലിയ ചതിയാണ് നിന്നോട് ചെയ്യുന്നതെന്ന് അവള് വരെ ചോദിച്ചു പോകുന്നു. വേറാന് അതൊക്കെ കാണുമ്പോൾ അവൾക്ക് അത് വിശ്വസിക്കാനേ ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു തകർന്നു നിൽക്കുന്ന സമയത്ത് ഇവളുടെ മനസ്സിലേക്ക് ഇവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഇവൾ ഓർക്കുന്നത്. ഇവളുടെ അമ്മ വലിയൊരു സയന്റിസ്റ്റ് ആവാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളുടെ അച്ഛനും ഇതേപോലെ ഒരു ചതി അവളുടെ അമ്മയോട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവർ മെന്റലി തകർന്നു പോകുന്നു. ആ ഒരു സമയത്ത് ഇവളുടെ അമ്മ ഇവളോട് പറഞ്ഞിരുന്നത്, നീ ലോകത്ത് ഒരാളിനെയും അവന്റെ പ്രണയത്തെയും അവന്റെ വാക്കുകളെയും വിശ്വസിക്കരുത് എന്നൊരു അഡ്വൈസ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും തന്നെ ഇവള് ആരുടെയും പിറകെയും പോയിട്ടില്ല. ഇവളുടെ പിറകെ വന്നവരെ ഇവള് മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. പക്ഷെ അതേ സമയം തന്നെയാണ് ഇവളോടൊപ്പം സൂയാനും ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അവനും ഇവളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സോ ഇവളെ അവൻ പല വിധത്തിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവള് എല്ലാവരോടും കാണിക്കുന്ന പോലെ തന്നെ ഒരു അവോയ്ഡിങ് തന്നെയാണ് അവനോടും ചെയ്തുകൊണ്ടിരുന്നത്. അവൾ അത്ര കാര്യമാക്കിയൊന്നും ആദ്യം അത് എടുത്തിരുന്നില്ല അവന്റെ ആ ഒരു പ്രണയം. പക്ഷെ എന്നിട്ടും അവൻ ഇവളെ വിട്ടുപോകുന്നേ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ പോലെ മറ്റുള്ള ബോയ്സ് ഒക്കെ ഇവളെ അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ പിറകെ നടക്കാറില്ല. എന്നാൽ സൂയാൻ അങ്ങനെ ആയിരുന്നില്ല. മാത്രമല്ല ഇവള് കോളേജിലായപ്പോഴും അവൻ ഇവളോടുള്ള ഇഷ്ടം ഉപേക്ഷിച്ചിരുന്നില്ല. ഇവളുടെ പിറകെ തന്നെ ആ ഒരു സൺഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോഴും ഇവള് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എങ്കിലും അവൻ അവന്റെ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. വീണ്ടും ഇവളെ പിന്നാലെ തന്നെ ആയിരുന്നു. ഓരോ സ്റ്റേജ് എത്തിയപ്പോ ഇവൾക്കും ഇവൻ മറ്റു ബോയ്സിനെ പോലെയൊന്നും അല്ല, അല്ലെങ്കിൽ എല്ലാ ബോയ്സും ഒരേപോലെയല്ല എന്ന് വിചാരിച്ചാണ് ഇവന്റെ ആ ഒരു പ്രപ്പോസല് സ്വീകരിച്ചത്. പക്ഷെ ആ ഒരു വിശ്വാസമാണ് ഇപ്പോ അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവളുടെ അച്ഛൻ അമ്മയോട് ചെയ്ത അതേ ചതി തന്നെയാണ് അവനിപ്പോ ഇവളോടും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് അവന്റെ ആ ഒരു ചതിയൊക്കെ സഹിച്ച് അവന്റെ ലൈഫിൽ ഇനി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇവള് ജിയയുടെ അടുത്ത് നേരത്തെ ചോദിച്ചതിനുള്ള മറുപടിയായിട്ട് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവനോട് ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണ്ട, ഇന്ന് എന്നോടൊപ്പം സ്റ്റേ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇവൻ, ഇല്ല എനിക്ക് പോയേ പറ്റൂ, അവിടെ എന്റെ വൈഫ് കാത്തിരിക്കാണ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് ദേഷ്യം വരുന്നു. എന്നെക്കാൾ എന്ത് ക്വാളിറ്റിയാ അവൾക്കുള്ളത്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവളെക്കാൾ മികച്ചത് ഞാനാണെന്ന്, നിങ്ങൾക്ക് അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അത് കേട്ട് പെട്ടെന്ന് ദേഷ്യം വരാണ്. അതായത് ഇവര് മുന്നേ തന്നെ പല കാര്യങ്ങളും പരസ്പരം അംഗീകരിച്ചിട്ടാണ് ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ബന്ധം ഒരിക്കലും വിവാഹത്തിലേക്ക് പോവാൻ പോകുന്നില്ല. പരസ്പരമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം. ഇവള് അവളുടെ ബോഡി ഇവന് കൊടുക്കുമ്പോൾ ഇവൻ അവൾക്ക് വേണ്ട കാറ്, വീട്, പൈസ എല്ലാം തന്നെ കൊടുക്കും. സോ അങ്ങനെ ഒരു കരാറാണ് ഇവർ തമ്മിലുള്ളത്. ഇപ്പൊ ഇവള് ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ ഇവന് നല്ല ദേഷ്യം വന്ന് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞാൻ ഒരിക്കലും എന്റെ വൈഫിനെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല, നീ നിന്റെ സ്ഥാനം എന്താണെന്ന് മറക്കരുത് എന്ന് പറഞ്ഞ് ഇവനൊരു ഭീഷണി പോലെ സംസാരിക്കുമ്പോൾ ലിയ അവനോട് അവനെ കൂളാക്കാൻ വേണ്ടി ഞാൻ ഇനി ഇങ്ങനെ ഒരു ആവശ്യം പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജിയയുടെ കോള് ഇവന് വരുന്നു. വേറാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വേയുടെ സ്ഥാനം ഇല്ലാതാക്കണം എന്നാണ് ഇവളുടെ തീരുമാനം. അതിനായിട്ട് ഇവളിപ്പോ പ്രഗ്നന്റ് ആണ്. പക്ഷെ ആ ഒരു കാര്യം സൂയാനോട് പറഞ്ഞിട്ടില്ല. അത് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാനാണ് ഇവളുടെ പ്ലാനിങ്. അപ്പൊ ഇവിടെ വേറാൻ ഇപ്പോ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇവള് കണ്ണ് തുറക്കുമ്പോൾ അവളുടെ അടുത്ത് സോയാനുണ്ട്. ഇവള് നല്ല പനിയായിട്ട് ബോധം കെട്ടി വീണിട്ടാണ് ഹോസ്പിറ്റലിലായിരിക്കുന്നത്. ജിയയും കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവൾക്ക് ഇനിയും ഇവിടെ കിടക്കാനൊന്നും വയ്യ. ഒന്നാമത് ലൈഫിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവള് പോവാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ സോയാനെങ്കിൽ പിന്നെ ഞാൻ ഡോക്ടറിനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. അപ്പോ ജിയ ഇവളോട്, എടി ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്, അവൻ ഇപ്പോഴും നിന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, നീ നിന്റെ തീരുമാനം ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ വീറാൻ അവളോട്, ആയിരിക്കാം,
പക്ഷേ അവൻ എന്റെ അടുത്ത് കെയർ കാണിക്കുന്നതും എന്റെ കൂടെ നിൽക്കുന്നതും ഒക്കെ ലിയയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ്, അത് നീ മറക്കണ്ട എന്ന് പറയുന്നു. അതിനുശേഷം ഇവൻ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവരങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവരുടെ വീടിന് മുന്നിൽ ലിയ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. സോയാനും ഇവൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഇവളെ കണ്ട് ഇവൻ നല്ല ഷോക്ക് ആവുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട് നീ ഇവിടെ എന്ത് ചെയ്യാണ് എന്ന് ചോദിക്കുമ്പോ ലിയ, ഞാനല്ലേ വേറാന്റെ സ്പോക്സ് പേഴ്സൺ, അതുകൊണ്ട് മിസ്സിസ് സൂയാനെ പറ്റി ഞാൻ അറിഞ്ഞിരിക്കണ്ടേ, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നു. അപ്പോ ഇവൾ എന്തുദ്ദേശത്തിലാ വന്നതെന്ന് വേറാന് മനസ്സിലാവുന്നുണ്ട്. ഇവനും ഇവളും തമ്മിലുള്ള ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണിച്ചു കൊടുത്ത് അവളെ വേദനിപ്പിക്കാനായിട്ട് തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് സോയാൻ ഇവളോട് എന്റെ വൈഫിന് വയ്യാതിരിക്കുകയാണ്, ഇപ്പോ ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള മൂഡിലൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോ ലിയ വേറാനോട് നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണല്ലേ, നിങ്ങളുടെ പ്രണയം എല്ലായിടത്തും പാട്ടാ, അതേപോലെയാ എന്റെ ബോയ് ഫ്രണ്ടും എന്നോട് വലിയ കാര്യ, അദ്ദേഹം എനിക്ക് ഒരുപാട് പൈസ തരാറുണ്ട്, വീട് വാങ്ങി തന്നിട്ടുണ്ട്, എന്തിന് ഒരു ഐലൻഡ് തന്നെ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു തന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോ സോയാൻ അവളോട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സംസാരിക്കാതെ ഇവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നു. പക്ഷെ ഇവളെ നിർത്താതെ അവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാണ്. അപ്പോ വേറാനും അവളോട് നിങ്ങൾ തേടി വന്ന വ്യക്തി ഞാൻ തന്നെയാണ്, നിങ്ങളോട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടില്ലേ, എനിക്കിപ്പോ സുഖമില്ലാണ്ടിരിക്കുക, ഗസ്റ്റിനെ സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ, സോറി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. ഇവളെ മൈൻഡ് പോലും ചെയ്യാതെ സോയാനും വേറാനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി വാതിലടയ്ക്കുന്നു. അത് ഇവൾക്ക് നല്ല ഫീൽ ആവുന്നുണ്ട്. അതിനുശേഷം ഇവളെ അകത്തുകൊണ്ട് കിടത്തിയിട്ട് ഇവൾക്ക് കഴിക്കാനുള്ള മെഡിസിൻ ഒക്കെ കൊടുക്കാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവൾക്ക് ലിയ മെസ്സേജ് അയച്ച് നിനക്ക് അറിയാവുന്നതല്ലേ ഞാനും നിന്റെ ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്, പിന്നെ നിനക്കെന്താ ഇത്ര കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് ഇവളോട് സംസാരിക്കുന്നു. ഇവളെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് മാത്രമല്ല അവള് പ്രഗ്നന്റ് ആണ് എന്ന കാര്യവും വേറാനോട് പറയുന്നു. അതും കൂടെ കേൾക്കുമ്പോൾ ഇവള് തകർന്നു പോവുകയാണ്. അതുകൊണ്ട് സോയാന്റെ വൈഫ് ആവാനുള്ള യോഗ്യത എന്തുകൊണ്ടും നിന്നേക്കാൾ കൂടുതൽ എനിക്കാണ് എന്ന് പറഞ്ഞ് അവള് നമ്മുടെ വേറാനെ ഫുള്ള് തളർത്തുന്നു. അപ്പോ ഇവൻ അങ്ങോട്ട് വെള്ളം എടുക്കാൻ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ വേറാന്റെ ഒരു സാധനവും കാണുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ ശ്രദ്ധിക്കുമ്പോ അവളുടേതെന്ന് പറയാൻ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അവളുടെ ബ്രഷ് പോലും. സോ അങ്ങനെ അവൻ ഫുള്ള് നോക്കുന്ന സമയത്ത് അവിടെ ഒരു കലണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഇവൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടിട്ട് ഇവന് ഒന്നും മനസ്സിലാവാതെ ഇവളുടെ അടുത്തേക്ക് വന്ന് അല്ല ഇവിടെയുള്ള നിന്റെ സാധനങ്ങളൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോ ഇവള് അതോ എനിക്ക് അതെല്ലാം മാറ്റാൻ തോന്നി എന്ന് പറയുന്നു. അപ്പൊ ഇവന് വിശ്വാസം വരുന്നില്ല, കാരണം അതെല്ലാം തന്നെ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സെലക്ട് ചെയ്ത സാധനങ്ങളാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നീ തന്നെ എന്തിനാ മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം, നമ്മളത് ഉപയോഗിച്ച് മടുത്തു കഴിഞ്ഞാൽ ആരായാലും പുതിയത് ട്രൈ ചെയ്യില്ലേ എന്നിങ്ങനെ ഇവന്റെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുത്തി സംസാരിക്കുന്നു. എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ എന്നും ചോദിക്കുന്നു. അവന് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ബിസി ആയിരുന്നു, അതുകൊണ്ട് അതിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്, മാത്രമല്ല നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലായിരുന്നു, നിന്നെ പോലെ ഞാനും അത് വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കലണ്ടർ കാണിക്കുന്നു. ഇവൻ വിചാരിക്കുന്നത് ആ ഒരു വിവാഹ ആനിവേഴ്സറി ആണ് ഇവളെ വെയിറ്റ് ചെയ്യുന്നത് എന്നാണ്. അത് രണ്ടും നടക്കാൻ പോകുന്നത് ഒരൊറ്റ ദിവസം തന്നെ ആണല്ലോ, സോ അതായിരിക്കും എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. അവളും അത് മാറ്റാനൊന്നും പോകുന്നില്ല, അതെ ഞാനും ഈ ദിവസത്തിന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അവനോട് പറയുന്നു. അപ്പോ ഇവനും ഇവളോട് അതെ ഞാനും ആ ദിവസത്തിന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്, അന്ന് ഒരുപാട് വിലപിടിപ്പുള്ള ആ ഡ്രസ്സ് കിട്ടും നീ വരുമ്പോ എല്ലാവരുടെയും ശ്രദ്ധ നിന്നിൽ തന്നെ ആയിരിക്കും, അവരോടെല്ലാം തന്നെ ഞാൻ നീയാണ് എന്റെ അവസാനത്തെ പ്രണയം എന്ന് വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇവൾക്ക് ലിയ വീണ്ടും മെസ്സേജ് അയച്ചിട്ട് അവൻ നിന്നോട് എന്ത് പറഞ്ഞാലും ഞാനാണ് അവന്റെ ഫസ്റ്റ് പ്രയോറിറ്റി, അത് നിനക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് ഒരൊറ്റ കോള് മതി എന്ന് പറഞ്ഞിട്ട് അവള് അപ്പൊ തന്നെ ഇവനെ വിളിക്കുന്നു. ഇവനും പെട്ടെന്ന് തന്നെ അവൾ വിളിക്കുന്നുണ്ട് മാറിപ്പോയി എന്നാണ് സംസാരിക്കുന്നത്. അവളെ വിളിച്ചിട്ട് ഇവനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് അവളെ കാണാനായിട്ട് ചെല്ലാനാണ്. സോ അവനും ഓക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫെയറാനോട് വന്ന് പറയുന്നത് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്ത് എന്തോ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഈവൻസിനുണ്ട്, സോ അത് ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നു എന്നാണ്. അവൻ അങ്ങനെയൊക്കെ ഇവളോട് കള്ളം പറഞ്ഞിട്ട് പോകുമ്പോ ഇവളെ എല്ലാം അറിഞ്ഞിട്ടും ഒരു നോ പോലും പറയാതെ ശരി എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഇപ്പൊ ഇവളുടെ 6 ദിവസങ്ങള് കഴിഞ്ഞുപോയേക്കാണ്. അന്ന് അവൻ ഈവൻസിനെ നോക്കാനായിട്ട് പോയതാണ്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല. അപ്പോഴേക്കും ഇവളെ ആ ഒരു റിസർച്ച് സെന്ററിൽ നിന്ന് വിളിച്ചിട്ട് നാളെ 5 മണിക്ക് തന്നെ മാഡത്തിനെ വിളിക്കാനായിട്ട് എത്തും, മാഡം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഓക്കെ ആണ് എന്ന് പറയുന്നു. പക്ഷെ അവരപ്പോഴും ഇവളോട്
മാഡത്തിന്റെ വെഡിങ് ആനിവേഴ്സറി നാളെയല്ലേ? മാഡത്തിന്റെ ഹസ്ബൻഡ് അത് ഈ സിറ്റി മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുക. അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോ മാഡം ഇങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടെ ആലോചിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ അതോർത്ത് നാളെ റിഗ്രറ്റ് ചെയ്യാനും പോകുന്നില്ല, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയാല് തീർച്ചയായും അതിന് എന്റെ അമ്മയുടെ പേര് തന്നെ നൽകണം, വേറെ ഒരാവശ്യവും ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരും അതിനോട് സമ്മതം പറയുന്നു. അതിനുശേഷം ഈ ലിയ വീണ്ടും ഇവൾക്ക് മെസ്സേജ് അയക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സൂയാൻ ഇവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ, കാരണം അവളോടൊപ്പമാണ് അവൻ ഉണ്ടായിരുന്നത് എന്ന് ലിയ ഇവളോട് പറയുന്നു. അത് കേൾക്കുമ്പോ ഇവൾക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം ഇവള് സൂയാനെ വിളിക്കുന്നു. അപ്പോ അവൻ ഞാൻ ഈ വീട്ടിലേക്ക് എത്താറായി, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് ഇങ്ങനെ സോപ്പിടുന്ന രീതിയിൽ സംസാരിക്കുമ്പോ ഇവൾ അവനോട് ഒന്നും വേണ്ട, നാളെയല്ലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി, അതിനു മുന്നേ ഇന്ന് നൈറ്റ് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം എന്ന് പറയുമ്പോ ഇവൻ ആദ്യം എങ്കിൽ പിന്നെ ശരി ഞാൻ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അപ്പൊ ഇവള് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോ ഇവനും താങ്ക്സ് പറഞ്ഞിട്ട് ആ ഒരു കോള് വെക്കുന്നു. ഇവള് നാളെ കൂടി കഴിഞ്ഞാല് പിന്നെ ഇവന്റെ ലൈഫിൽ ഉണ്ടാവില്ലല്ലോ, സോ അവസാനമായിട്ട് ഒരു ഡിന്നർ കഴിക്കാം എന്നൊരു രീതിയിലാണ് അവൾ ആ ഒരു കാര്യം പറയുന്നത്. എന്നാൽ അപ്പോഴേക്കും ലിയയുടെ മെസ്സേജിന് ഒന്നും തന്നെ ഇവള് റിപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ വേറാനെ അവള് വീഡിയോ കോൾ വിളിക്കുന്നു. ഇവളും അത് എടുക്കുമ്പോ ലിയ നമ്മുടെ സൂയാൻ ഇവൾക്ക് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന ആ ഒരു ഡ്രസ് ഉണ്ടല്ലോ, അത്രയും വിലപിടിപ്പുള്ള ആ ഒരു ഗൗൺ, അതിപ്പോ ലിയ ഇട്ടുകൊണ്ട് നിൽക്കാണ്. എന്നിട്ട് ഇവളോട് ഇതെങ്ങനെയുണ്ട്, ഈ ഡ്രസ്സ് നിന്നെക്കാൾ കൂടുതൽ ചേരുന്നത് എനിക്ക് തന്നെയല്ലേ, ഞാൻ ചോദിക്കേണ്ട താമസം നിന്റെ ഹസ്ബൻഡ് ഇത് എനിക്ക് തന്നോ എന്ന് പറയുമ്പോൾ ഇവൾ അത് കണ്ട് വീണ്ടും ഷോക്ക് ആവുകയാണ്. കാരണം സോയാൻ ഇവൾക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ച ആ ഒരു ഡ്രസ്സ് ആയിരുന്നല്ലോ അത്. സത്യത്തില് ഇവര് രണ്ടുപേരും പ്രണയിക്കുന്ന സമയത്ത് അവൻ വലിയൊരു കോടീശ്വരനൊന്നും ആയിരുന്നില്ല. അന്ന് ഇവൾക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഇവൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും ഇവള് അതിന് സമ്മതിച്ചിരുന്നില്ല. കാരണം അവന്റെ ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇവനെ ബുദ്ധിമുട്ടിലാക്കണ്ട എന്ന് വിചാരിച്ച് ഇവള് അവൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ഡ്രസ്സ് ഒന്നും വാങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ അവൻ ഇവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഭാവിയിൽ നാളെ സക്സസ്ഫുൾ ആയാല് തീർച്ചയായും ഒരു സംഖ്യ പറഞ്ഞിട്ട് അത്രയും ഡയമണ്ട്സ് പിടിപ്പിച്ച ഒരു ഡ്രസ്സ് നിന്നെ കൊണ്ട് ഇടിപ്പിക്കും എന്നൊരു വാക്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ അത്രയും ഡയമണ്ട്സ് പിടിപ്പിച്ച ഡ്രസ്സാണ് അവൾക്ക് അവൻ വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതും. എന്നാൽ ആ ഒരു ഡ്രസ്സാണ് ഇപ്പൊ ഇവള് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു ഡ്രസ്സിന്റെ വിലയേക്കാൾ കൂടുതൽ അവൻ ഇവൾക്ക് കൊടുത്തൊരു വാക്കിന്റെ പുറത്ത് നിർമ്മിച്ച ഒരു ഡ്രസ്സ് ആയിരുന്നല്ലോ അത്. സോ അത് അവൻ മറ്റൊരു പെണ്ണിനെ കൊടുത്തു എന്ന് അറിയുമ്പോ ഇവൾക്ക് ഒരുപാട് സങ്കടാവുകയാണ്. അപ്പോ ലിയ ഇവളോട് വീണ്ടും നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ നിന്റെ ഹസ്ബൻഡിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനാണെന്ന്, നിന്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് എന്ന് പറയുമ്പോ വേറാൻ അവളോട് എന്റെ ഹസ്ബൻഡ് നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നീ ഇങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവള് കോള് കട്ട് ചെയ്യുന്നു. അതൊരു ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണല്ലോ. അപ്പോഴേക്കും സൂയാനും തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നു. അവന്റെ കയ്യില് ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇവളോട് വന്ന് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്റെ ഡ്രസ്സിന് ചെറിയൊരു പ്രശ്നം സംഭവിച്ചു, നാളെ നിനക്കത് ഇടാൻ സാധിക്കില്ല, പക്ഷെ സാരമില്ല ഞാൻ വേറെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഇതും ഒരു ലിമിറ്റഡ് എഡിഷൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവളെ കാണിക്കുന്നു. പക്ഷെ ഇവൾക്കറിയാലോ ആ ഡ്രസ്സിന് എന്ത് സംഭവിച്ചതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവളും കുഴപ്പമില്ല, ഏത് ഡ്രസ് ഇട്ടാലും ഒരു കാര്യം തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അത് വാങ്ങി വെക്കുന്നു. ഈ പൊട്ടനെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ഇവൻ അവിടെ നമ്മുടെ വീറാൻ കൊടുത്ത ആ ഒരു വെഡിങ് ഗിഫ്റ്റ് കാണുന്നു. അങ്ങനെ അവനും അത് എടുത്ത് വളരെ ധൃതിയിൽ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോ അല്ലെങ്കിൽ വേണ്ട, നാളെ ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തന്നെ ഓപ്പൺ ചെയ്യാം എന്ന് പറയുമ്പോ വീറാൻ ഇല്ല, ഇത് നിങ്ങൾ മാത്രമേ ഓപ്പൺ ചെയ്യൂ, ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോ അവനും അവള് വളരെ സ്നേഹത്തില് അവനിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് എന്ന് കരുതിയിട്ട് അവളെ പെട്ടെന്ന് ഹഗ് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം അവള് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഡിന്നറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിരിക്കാണ്. അവൻ ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി ഒരു വലിയ കാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെയാണ് ഇവളിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ വെഡിങ് ആനിവേഴ്സറി നാളെ ആണല്ലോ, പക്ഷെ ഇവൾക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അതിനു മുന്നേ ഒരു ഗുഡ് ബൈ ഇവനോട് പറയാം എന്ന രീതിയിലാണ് ഇവളിപ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തു പറഞ്ഞാലും ഇവള് ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണല്ലോ. അപ്പൊ ഇവളെ ഈ ഒരു ഡിന്നറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത കാര്യം ഇവൻ പറഞ്ഞിട്ടായിരിക്കണം ലിയ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവള് നമ്മുടെ വേറാന് മെസ്സേജ് അയച്ച് നിന്റെ ആ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞാൻ ഇപ്പൊ തന്നെ കൊളാക്കി തരാം, അതിനെനിക്ക് വേറെ ഒരു ഫോൺ കോള് മാത്രം മതി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. പക്ഷേ വേറാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ആ ഒരു നിമിഷം ഇവനോടൊപ്പം ആത്മാർത്ഥമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ സ്റ്റാർട്ട് ആവുമ്പോ തന്നെ ലിയ ഇവനെ കോൾ ചെയ്യുന്നു. ആദ്യം അവൻ ആ കോള് എടുക്കുന്നില്ല, പക്ഷെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അത് കാണുമ്പോ വേറാനും അവനോട് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കോൾ ആയിരിക്കും, എടുത്തു നോക്ക് എന്ന് പറയുമ്പോ അവനും ആ ഒരു കോള് എടുക്കുന്നു. കോൾ എടുക്കുമ്പോ ലിയ ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ്, ഞാൻ പ്രഗ്നന്റ് ആണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഈ കുട്ടിയെ എന്തായാലും അബോർട്ട് ചെയ്ത് കളയും എന്ന് പറയുമ്പോ ഇവനൊരു പെട്ട അവസ്ഥയിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട്
അവളോട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് വേറാനോട് ഇവൻ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്ന് പറയുമ്പോ ഇവള് കഴിച്ചിട്ട് പോയാ പോരെ, ഞാനിത് ആദ്യമായിട്ടും അവസാനമായിട്ടും പറയുന്നതായിരിക്കും, ഇത് കഴിച്ചിട്ട് പോവാം എന്ന് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറയുമ്പോ ഇവന് പോവാനും വയ്യ പോവാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലാവുന്നു. അപ്പോ ലിയ വീണ്ടും മെസ്സേജ് അയച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് 1/2 മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുമ്പോ പിന്നെ ഇവന് അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ ഇവളും ശരി പൊക്കോ, പക്ഷേ ഈ വീട്ടില് നിങ്ങളെ എപ്പോഴും കാത്തിരിക്കുന്ന ഒരാളുണ്ടായിരുന്നെന്ന് മറക്കരുത് എന്ന് പറയുമ്പോ ഇവൻ അവളോട് നീ കൂടുതൽ ചിന്തിക്കണ്ട, ഞാൻ അത് മാനേജ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നു. ഇവരുടെ ആ ഒരു അവസാനത്തെ ഡിന്നർ വരെ കൊളമായിരിക്കാണ്. ഇവനെ ഇത്രയും നാള് വിശ്വസിച്ച അവന്റെ ആ ഒരു ഇന്നസെൻസിൽ വിശ്വസിച്ച ഇവള് താൻ എത്ര വലിയ മണ്ടിയാണ് എന്നിപ്പോ സ്വയം പറയാണ്. ചുരുങ്ങിയ സമയം മാത്രമാണ് ഇവള് അവനോട് ചോദിച്ചത്, അതുപോലും അവന് കൊടുക്കാനില്ല. അങ്ങനെ അതിനുശേഷം ഇപ്പോ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇവളുടെ ലാസ്റ്റ് ഡേയും അതേപോലെ തന്നെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയും. ഇവളെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് റിസർച്ച് സെന്ററിൽ നിന്ന് ആള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജിയ വളരെ സങ്കടത്തിലാണ് ഉള്ളത്. അവള് മാത്രമാണ് ഇപ്പോ ഇവളുടെ കൂടെ ഉള്ളത്. ആ ഒരു മരണക്കളിയിലേക്ക് ഇവളെ തള്ളിവിടാൻ ജിയക്ക് ഇപ്പോഴും ഒരു താല്പര്യമില്ല. അപ്പോ വേറാൻ അവളോട് ഇത്രയും വലിയൊരു സീക്രട്ട് എല്ലാവരുടെ അടുത്തൊന്നും മറച്ചു വെച്ച് തന്നെ ഇത്രയും ദിവസവും ഹെൽപ്പ് ചെയ്ത് തന്നെ ഇവളോട് താങ്ക്സ് പറയുന്നു. എന്നിട്ട് നീ വിഷമിക്കണ്ട, ഞാൻ ഈ ലോകത്തു നിന്ന് ഡിസപ്പിയർ ആയി പോകുന്നു എന്നേ ഉള്ളൂ. ചിലപ്പോ 50 വർഷങ്ങൾക്ക് ശേഷം മേ ബി എനിക്ക് തിരിച്ചു വരാൻ ഒരു ചാൻസ് കിട്ടിയേക്കാം, അതും ആ ഒരു എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയാല് മാത്രം. അതായത് ഇവളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു എക്സ്പെരിമെന്റ് ഫെയിൽ ആയാല് ഇവൾക്ക് ഇവളുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടും. പക്ഷെ ആ ഒരു എക്സ്പെരിമെന്റ് 50 വർഷങ്ങൾക്ക് ശേഷം സക്സസ്ഫുൾ ആയാല് ഇവൾക്ക് ഇവളുടെ അതേ ലൈഫ് തിരിച്ചു കിട്ടും. സോ ആ ഒരു കാര്യമാണ് ഇവളിപ്പോ പറയുന്നത്. അതിനുശേഷം ഇവള് അവളുടെ ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഗിഫ്റ്റ് ചെയ്ത് വെച്ചേ കാണുമല്ലോ, അതിനോടൊപ്പം തന്നെ ഇവളുടെ സ്വന്തം ഫോണും അവനെ ഗിഫ്റ്റ് ചെയ്യുന്നു. അതില് അവൻ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചാറ്റ് ഉണ്ടല്ലോ, ലിയ അവനോടുള്ള ഇഷ്ടം കാരണമൊന്നുമല്ല അവന്റെ കൂടെ ഉള്ളത്, അവന്റെ കയ്യിലെ പൈസ കണ്ടിട്ട് മാത്രമാണ്. അത് മനസ്സിലാക്കി കൊടുക്കാനും ഈ ചാറ്റ് സഹായിക്കും. സോ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇവൾ ആ ഫോൺ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും ഇവളെ പിക്ക് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു വണ്ടി എത്തുന്നു. അവളും ഒരു ലാസ്റ്റ് ഗുഡ് ബൈ ഒക്കെ ജിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് സൂയാൻ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ അവൻ വരുമ്പോഴേക്കും അവിടെ നിന്ന് അവള് പോയിട്ടുണ്ടായിരുന്നു. വീട്ടില് അവളെ കാണാത്തത് കൊണ്ട് ഇവൻ അവളെ ഫോൺ ചെയ്ത് നോക്കുമ്പോ ഫോൺ ഇവിടെ ഇരുന്ന് റിങ് ചെയ്യാണ്. അവളുടെ ഫോൺ അവിടെ റിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൻ അടുത്തേക്ക് ചെല്ലുമ്പോ ആ ഒരു ഗിഫ്റ്റും അവിടെ തന്നെ ഉണ്ടല്ലോ. അവനത് തുറന്നു നോക്കാനായിട്ട് തുടങ്ങുമ്പോ ഇവനെ ആരോ വിളിച്ചിട്ട് നിന്റെ വൈഫിന് കാർ ആക്സിഡന്റ് ആയി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറയുന്നു. ഇവനും ഉടനെ തന്നെ ആ ഒരു ഗിഫ്റ്റ് തുറന്നു പോലും നോക്കുന്നില്ല, അവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോ നമ്മുടെ വേറാൻ ഇവിടെ ആ ഒരു റിസർച്ച് സെന്ററിൽ എത്തി ആ ഒരു എക്സ്പെരിമെന്റ് അവര് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇവനെ ആ ഒരു ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്നത് മറ്റാരുമല്ല ലിയ തന്നെയാണ്. ഇവരുടെ ആ ഒരു ആനിവേഴ്സറി കൊളവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചത്. പക്ഷെ ഇവൾക്ക് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ചുമ്മാ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കാണ്. സൂയാൻ അങ്ങോട്ടേക്ക് എത്തുന്നത് അവന്റെ വൈഫായിട്ടുള്ള വേറാനാണ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവളെ കണ്ട് അവൻ ഞെട്ടുന്നു. ഇവര് തമ്മിലുള്ളത് ഒരു അൺഒഫീഷ്യൽ ബന്ധമാണല്ലോ. സോ ഇവളിപ്പോ ഒഫീഷ്യൽ ആക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഇത് പറഞ്ഞു നടക്കുന്നത് കൊണ്ട് തന്നെ ഇവളെ കാണിച്ച ആ ഒരു പ്രവൃത്തി വെച്ചിട്ട് ഇവന് നല്ല ദേഷ്യമായിട്ട് ഇവളെ കണ്ടുടങ്ങി തന്നെ അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ഇവളെ വിടുന്നില്ല. ഇവള് പ്രഗ്നന്റ് ആയിരുന്നല്ലോ, സോ അത് അബോർഷൻ ആവാൻ സാധ്യതയുണ്ട്, ടിൻസ് ആണ്, എനിക്ക് ഈ കുട്ടികളെ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആവുമ്പോ ഇവനും അവളെ ബെഡിലാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. അപ്പോഴും ഇവള് വിടുന്നില്ല. അപ്പോ ഇവളോട് വേറെ മിസ്സിംഗ് ആണ്, എനിക്ക് അവളെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോ ലിയ അവൾ എവിടെ പോവാനാ, അവിടെ എങ്ങാനും കാണും എന്ന് പറയുമ്പോ അതേ ഹോസ്പിറ്റലിലാണ് ജിയ വർക്ക് ചെയ്യുന്നത്. അവൾ അവിടുത്തെ ഒരു ഡോക്ടറാണ്. അപ്പോ ഇവരെ രണ്ടുപേരെയും കണ്ട് ഇവള് ഒന്നും അറിയാത്ത പോലെ തന്നെ അങ്ങോട്ടേക്ക് വന്ന സൂയാനോട് നിങ്ങളിവിടെ എന്ത് ചെയ്യാണ് എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവൻ അവള് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ആ ഒരു വിഷയം മാറ്റാൻ വേണ്ടി വേറെ മിസ്സിംഗ് ആണ്, അവൾ എവിടെയാണ് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ എടുത്തു വെച്ച ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഇവൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവനോട് സ്വന്തം വൈഫ് മിസ്സിംഗ് ആണെങ്കിലും നിങ്ങളിപ്പോ മറ്റൊരു സ്ത്രീയാണല്ലോ കെയർ ചെയ്യുന്നത്, ആ ഒരു മനസ്സേ നിങ്ങൾ എന്തായാലും ഇനി അവളെ അന്വേഷിക്കണ്ട, അവളൊരു യാത്രക്കായിട്ട് പോയേക്കാം, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി. നിങ്ങൾ അവളെ അൺഹാപ്പി ആക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇവളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ലാസ്റ്റ് നൈറ്റ് എനിക്ക് അവളോടൊപ്പം ഡിന്നർ കഴിക്കാൻ പറ്റില്ല, അത് അവൾക്ക് ദേഷ്യമായോന്ന് അറിയില്ല എന്ന് പറയുമ്പോ ജിയ എങ്കിൽ പിന്നെ അതായിരിക്കാം, അവൾ എന്തായാലും ഹാപ്പി ആവുമ്പോ തിരിച്ചു വരും, വേറെ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജിയ പോയതിനു ശേഷം ഈ ലിയ ഇവനോട് ഇന്ന് അവളോടൊപ്പം തന്നെ നിൽക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും സൂയാൻ നീയും കേട്ടതല്ലേ അവൾ പറഞ്ഞത്, വേറാൻ എവിടെയോ യാത്ര പോയിരിക്കാണ്, പക്ഷെ എനിക്ക് അവളെ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ, നീ ഞാനായിട്ടുള്ള ബന്ധം ആരെയും അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ലിയയ്ക്ക് ഇവൻ വേറാന്റെ പിറകെ പോകുന്നത് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും തമ്മിൽ അകറ്റാനായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഏതോ ഒരു ന്യൂസ് റിപ്പോർട്ടറെ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇവനിപ്പോ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴും വളരെ ശോകത്തിലാണ്. എങ്കിലും അവൾ ഒരു യാത്ര പോലും ചോദിക്കാതെ പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് അപ്പോഴാണ് അവൻ അവിടെ
വീണ്ടും ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ശ്രദ്ധിക്കുന്നത്. അവനത് പെട്ടെന്ന് ഓടി എടുക്കാൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ കാല് തട്ടി ഷെൽഫിലുണ്ടായിരുന്ന ഒരു ഡയറി പെട്ടെന്ന് താഴെ വീഴുന്നു. അത് വേറാന്റെ ഡയറി ആണ് എന്ന് മനസ്സിലാക്കി അവനും അതെടുത്ത് വായിക്കാനായിട്ട് തുടങ്ങുന്നു. അതിൽ ഫുള്ള് അവളുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് എഴുതിയിരിക്കുന്നത്. അവളുടെ ആ ഒരു കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. ഇവളുണ്ടായതിനു ശേഷവും അവരുടെ ലൈഫ് വളരെ മനോഹരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴാണ് ഇവളുടെ അച്ഛൻ മറ്റൊരു സ്ത്രീയായിട്ട് പ്രണയമാവുന്നത്. അന്ന് മുതൽ അവരുടെ വീട്ടില് പ്രശ്നങ്ങളാണ്. ഇവളുടെ അമ്മ അവളുടെ അച്ഛനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്നും ഫൈറ്റ് ആവാൻ തുടങ്ങി. ഇവരുടെ ആ ഒരു സന്തോഷം എല്ലാം തന്നെ അവസാനിച്ചു. ലാസ്റ്റ് ഇവളുടെ അമ്മയുടെ മാനസിക നില തകർന്ന ഒരു അവസ്ഥയിലോട്ട് വരെ ആവുന്നു. ആ ഒരു അവസ്ഥയിൽ അമ്മയെ തിരിഞ്ഞു പോലും നോക്കാതെ അവളുടെ അച്ഛൻ വിട്ടിട്ട് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് പക്വത എത്തിയ ആ ഒരു സമയത്ത് ഇവളുടെ അമ്മ ഇവളോട് പറഞ്ഞിട്ടുണ്ട്, ഒരാണിന്റെ വാക്കിലും വീണ് പോവരുത് എന്ന്, നിന്റെ കരിയർ തന്നെ ഇല്ലാതായി പോകുമെന്നും. അവളുടെ അമ്മ വലിയൊരു സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ആയിരുന്നല്ലോ. പക്ഷെ ഇവളുടെ അച്ഛൻ കാരണം തന്നെയാണ് അവരുടെ ലൈഫ് ഇല്ലാതായത്. അവസാനം അവർ ക്യാൻസർ ഒക്കെ വന്നിട്ടാണ് മരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇവളുടെ അമ്മയുടെ വാക്ക് കേട്ട് ഇവളെ നേരിട്ട് കണ്ട ഒരു ലൈഫാണല്ലോ അവരുടേത്. സോ ആരോടും അടുപ്പത്തിന് പോകാതിരുന്നത്. പക്ഷെ ഇവളെ തേടി വന്നത് സോയാൻ ആയിരുന്നല്ലോ. അവനോട് അവളുടെ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞതിന് കാരണം മറ്റാരെയും പോലെയല്ല ഇവള് അവനെ കണ്ടത്. കാരണം അവൻ അത്രയും സിൻസിയർ ആയിരുന്നു ഇവളോട്. ഇവൾ ഓരോ തവണ റിജക്ട് ചെയ്യുമ്പോഴും അവൻ ഒരു മടിയും കൂടാതെയാണ് പിന്നും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നത്. സോ ഇവന്റെ ആ ഒരു പ്രണയം ഇവളെ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവൾ അവനെ സ്വീകരിച്ചതും. അങ്ങനെ അവരുടെ ലൈഫ് വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയതും. ഇവളുടെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതേപോലെ തന്നെ ഇവളുടെ സങ്കടങ്ങളിലും ഒക്കെ തന്നെ താങ്ങായി നിന്നത് അവൻ തന്നെയാണ്. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതും ഇവളെ തന്നെയായിരുന്നു. സോ ഇങ്ങനൊരു പാർട്ട്ണറിനെ തനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിലും വലിയൊരു ഭാഗ്യമൊന്നും ഇനി ജീവിതത്തിൽ കിട്ടാനില്ല എന്നാണ് ഇവള് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് ഇവനോടുള്ള സ്നേഹം ഓരോ തവണയും ഇവള് വളരെയധികം മുൻകൈ എടുത്തിട്ടാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ അവൻ അതൊക്കെ വായിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. കാരണം ഇവൻ മനസ്സിലാക്കിയത് പോലെ ആയിരുന്നില്ലല്ലോ അവള് ഇവനോട് നിന്നത്. സോ അങ്ങനെ ഒരു വ്യക്തിയാണല്ലോ ഇവൻ കുറച്ചു നാളുകളായിട്ട് ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വായിക്കുന്ന ഓരോ നിമിഷവും അവൻ അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലിയ വീണ്ടും ഇവനെ കോൾ ചെയ്യാണ്. ഞാൻ ഡിസ്ചാർജ് ആയി, എന്നെ കൂട്ടാൻ വരോ എന്ന് ചോദിക്കുമ്പോ ഇവൻ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് തമ്മിൽ കാണണ്ടായെന്ന്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ഇവൻ വേറാൻ ആ ഒരു വീട്ടിൽ നിന്ന് അവളുടെ സാധനങ്ങൾ മുഴുവൻ മാറ്റിയിരുന്നല്ലോ. സോ ഇവൻ വീണ്ടും അതെല്ലാം തന്നെ റീ അറേഞ്ച് ചെയ്യാണ്. എല്ലാം പുതിയത് വാങ്ങി വെക്കാണ്. അവൾക്ക് ആവശ്യമായിട്ടുള്ളതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങോട്ടേക്ക് വരുത്തി ഇവൻ തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ സൂയാൻ ഇവളോട് അകൽച്ച് കാണിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വട്ട് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു റിപ്പോർട്ടറിനെ വിളിച്ചിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം പബ്ലിക് ആക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും ഇവൻ ആ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. വേറാനും കൂടെ വന്നിട്ട് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം എന്നൊരു തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവനും ദിവസങ്ങൾ തന്നെയാണ് അവൾ വരുന്നത് കാത്തിരിക്കുന്നത്. അവളുള്ള സമയത്ത് ഇവന് വലിയ വിലയൊന്നും അവളോട് ഇല്ലായിരുന്നെങ്കിലും പക്ഷെ ഇപ്പോ അവൻ ജീവിക്കുന്നത് ഓരോ ദിവസവും അവളുടെ ഓർമ്മകളിലാണ്. അങ്ങനെ ഇപ്പോ ഒരാഴ്ച കടന്നു പോയിരിക്കുകയാണ്. ഉടനെ തന്നെ ഇവൻ ജിയെ വിളിച്ചിട്ട്, അവള് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തോ, ഞാൻ എയർപോർട്ടിൽ പോകണോ വിളിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോ, ജിയ നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടോ, നീയൊന്നും അറിഞ്ഞില്ലേ, TV ഓൺ ചെയ്ത് നോക്ക്, എനിവേ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവനും പെട്ടെന്ന് TV ഓൺ ചെയ്ത് നോക്കുമ്പോൾ ന്യൂസിലൊക്കെ വലിയ വാർത്ത ആയിരിക്കാണ്. ഇവനും ആ ഒരു ലിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇവൻ കാരണം അവള് പ്രഗ്നന്റ് ആണ് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ. സോ അത് കേട്ട് ഇവൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു. എല്ലാവരും ആ ഒരു കാര്യം അറിഞ്ഞല്ലോ. സോ ഇവർ തമ്മിലുള്ള കരാറ് അവളായിട്ട് തന്നെ ലംഘിച്ചത് കൊണ്ട് അതിനെതിരെ ആക്ഷൻ എടുക്കാനും അതേപോലെ തന്നെ ഇത് പുറത്തുവിട്ടത് ആരാണെന്ന് അന്വേഷിക്കാനൊക്കെ ഇവന്റെ ആളുകളെ വിളിച്ച് അറിയിക്കുന്നു. അപ്പോഴേക്കും പുറത്താരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് വേറാൻ ആയിരിക്കും വന്നിരിക്കുന്നത് എന്നാണ്. സോ ആ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലാണ് ഇവൻ പെട്ടെന്ന് പോയി വാതില് തുറക്കുന്നത്. പക്ഷെ വന്നിരിക്കുന്നത് ഇവളാണ്. അപ്പൊ ഇവള് ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഇവന് നല്ല ദേഷ്യം വന്ന് പുറത്താരും കാണാതെ പെട്ടെന്ന് ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവളോട് നീ ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം പുറത്തു വിട്ടത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് അഭിനയിക്കാനായിട്ട് തുടങ്ങുന്നു. എന്റെ വീടിന് മുന്നിൽ കുറച്ചുപേര് എന്നെ ആക്രമിക്കാൻ നോക്കുക, ഞാൻ പേടിച്ചാ ഇങ്ങോട്ട് വന്നത്, ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ആക്ട്രസ് അല്ലേ, എന്റെ കരിയർ അല്ലേ ഇതോടു കൂടി അവസാനിക്കുന്നത്, അത് ഞാനായിട്ടില്ലാതാക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അവളെ പറയുന്നത് വിശ്വസിക്കുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവള് വയ്യാത്ത പോലെ അഭിനയിച്ച് എന്നെ ഒന്ന് ബെഡിൽ കിടത്തോ, എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയുമ്പോൾ അവനും ഇവളെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു. എന്നിട്ട് അവളോട് ഇന്ന് എന്റെ വൈഫ് തിരിച്ചു വരും, നീ ഇവിടെ നിന്ന് അതിനു മുന്നേ പോയിക്കോണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ അത് എടുക്കാനായിട്ട് അവൻ താഴേക്ക് പോകുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം ഇവളിപ്പോ ഉള്ളത് വേറാന്റെയും അതേപോലെ തന്നെ സൂയാന്റെയും റൂമിലാണ്. സോ അവൾ ആ ഒരു ഫോട്ടോ എടുത്ത് ഇവളെ വേറാന്റെ റൂം വരെ എത്തി എന്നൊരു കാര്യം അറിയിച്ച് അവളെ വേദനിപ്പിക്കാനായിട്ട്
ഈ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ വേറാനെ സെൻഡ് ചെയ്യുന്നു. പക്ഷെ അവളുടെ ആ ഒരു ഫോൺ ഇപ്പോ ഉള്ളത് ഇവിടെയാണല്ലോ. അതിൽ വരുന്ന മെസ്സേജ് സൗണ്ട് കേൾക്കുന്നതും സൂയാനാണ്. ഇതിലിപ്പോ ആരാ മെസ്സേജ് അയക്കുന്നത് എന്ന് നോക്കാനായിട്ട് അവനും ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോ മറ്റാരുമല്ല, ലിയ ആണ് ആ ഒരു ഫോണിലേക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. അവർ തമ്മിൽ നടത്തിയേക്കുന്ന ഫുൾ ചാറ്റും ഇവൻ കാണുന്നു. അതില് ലിയ വേറാനെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റോ ആ രീതിയിലൊക്കെ തന്നെ വേദനിപ്പിച്ചാണല്ലോ ആ ഒരു ചാറ്റ് നടത്തിയേക്കുന്നത്. സോ അത് കണ്ട് ഇവൻ നല്ല രോക്ഷാകുലനാവുകയാണ്. അപ്പോ ഇവിടെ ഇവളുടെ അമ്മ വിളിച്ചിട്ട് ആ ഒരു ന്യൂസും കാര്യങ്ങളും വന്നേക്കുന്നതിന്റെ അറിഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവളൊരു ആക്ട്രസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളുടെ ഭാവി ജീവിതത്തിന് ഈ ഒരു വാർത്ത ബാധിക്കും, ഇവളുടെ ഏണിങ്സ് കുറയും. സോ അതിനെപ്പറ്റി അമ്മ സംസാരിക്കുമ്പോൾ ഇവള് അല്ലെങ്കിലും ഇനിയാ നക്കാപ്പിച്ച ശമ്പളമൊക്കെ എന്തിനാ, ഞാനൊരു കോടീശ്വരന്റെ വൈഫ് ആവാൻ പോവാണ്, ഈ സ്വത്തുക്കളെല്ലാം തന്നെ ഇനി എനിക്കുള്ളതല്ലേ, ഇനി ഞാൻ എന്തിനാ സമ്പാദിക്കുന്നത് എന്ന് പറയുന്നതെല്ലാം തന്നെ ഇവളോട് മറ്റേ കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങോട്ടേക്ക് വന്ന് സൂയാൻ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ നല്ല ദേഷ്യം വന്ന് ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് വരുന്നു. ഇവള് ഇത്രയും മോശം ചിന്തയും കൊണ്ടാണ് ഇവനോടൊപ്പം നടന്നത് എന്നൊന്നും ഇവൻ അറിഞ്ഞിരുന്നില്ലല്ലോ. അപ്പോ ഇവള് അതെല്ലാം തന്നെ ഇവൻ കേട്ടു എന്ന് മനസ്സിലാക്കി, അല്ല ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയായിരുന്നു അല്ല കാര്യങ്ങൾ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുമ്പോ അവൻ നേരെ വന്ന് ഇവൾക്ക് നല്ലതൊരെണ്ണം പൊട്ടിക്കുന്നു. എന്നിട്ട് അവളെ വലിച്ച് താഴെ ഇടുന്നു. അപ്പൊ ഇവളെ പ്രഗ്നന്റ് ആണ് എന്നൊരു സോഫ്റ്റ് കോർണർ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഇവൻ അവളെ തല്ലുന്നു. ഇവന്റെ വൈഫിനെ ഇവള് മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ട് തന്നെ ഇവനിപ്പോ ഒരു സൈക്കോ ആയി മാറിയിരിക്കുകയാണ്. ഇവളുടെ ആ ഒരു പ്രഗ്നൻസി കാര്യം വെച്ചും ഇവളുടെ ആ ഒരു കുട്ടികളുടെ കാര്യം പറഞ്ഞു ആണല്ലോ ഇതൊക്കെ ഇവള് കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു സന്തോഷവും മോഹമൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ഇവൻ തന്നെ അബോർഷൻ ചെയ്യിപ്പിക്കാനായിട്ട് അവളെ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ബലമായിട്ട്. അപ്പൊ ഇവളെ കരഞ്ഞ് കാലി പിടിച്ച് പറയുന്നുണ്ട്, ഞാനിനി നിങ്ങളുടെ വൈഫിനെ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല, എന്നെ വെറുതെ വിട്ടേക്ക്, എന്റെ കുട്ടികളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവൻ ഇവളോട്, ഞാൻ നിന്നെയോ നിന്റെ കുട്ടികളെയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല, നിനക്കുള്ള ഫ്രീഡവും നിനക്ക് വേണ്ടതും എല്ലാം ഞാൻ തന്നതാണ്, പക്ഷെ ഇപ്പൊ നീ കാണിച്ചിരിക്കുന്ന പ്രവൃത്തി എനിക്ക് ഒരിക്കലും താങ്ങാനാവുന്നതല്ല എന്ന് പറയുമ്പോ ഇവളും, ഞാൻ അങ്ങനെ നിങ്ങളുടെ വൈഫിന്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്ന കോൺഫിഡൻസ് കൊണ്ടാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ഇവളോട് പറയുന്നത്, എനിക്ക് നിന്നോടുണ്ടായിരുന്നത് ഒരു ഫിസിക്കൽ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള റിലേഷൻ മാത്രമായിരുന്നു. സോ അത് അവളോട് തുറന്നു പറഞ്ഞിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ഇവളുടെ കുട്ടികളെ ഇല്ലാതാക്കാനായിട്ട് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ വെച്ച് ഇവൻ ജിയെ കാണുന്നു. അപ്പൊ അവളോട്, വേറാൻ എവിടെ, നിനക്കറിയാം അവൾ എവിടെയാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവളെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കാൻ നോക്കുമ്പോ ഇവള് അവനോട്, നിങ്ങൾ അവളെ തിരഞ്ഞു നടക്കണ്ട, അവള് നിങ്ങൾക്ക് തന്ന തേർഡ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഇതുവരെ തുറന്നു നോക്കിയില്ല അല്ലേ, അത് തുറന്നു നോക്കിയാല് നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവനും പെട്ടെന്ന് തന്നെ അത് എന്താണ് എന്ന് നോക്കാനായിട്ട് വീട്ടിലേക്ക് ഓടി വരുന്നു. വീട്ടിൽ വന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അവൻ തകർന്നു പോവാണ്. അവളുടെ ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് കണ്ട് ഉടനെ തന്നെ ഇവൻ അത് കണ്ട് ആ ഒരു റിസർച്ച് സെന്ററിൽ വിളിച്ച് വൈഫിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവരിവനോട് നിങ്ങളുടെ വൈഫ് 12-ന് തന്നെ മരണപ്പെട്ടു എന്ന കാര്യം അറിയിക്കുന്നു. അതായത് ഇവരുടെ ആ ഒരു വെഡിങ് ആനിവേഴ്സറി ദിവസം. അവന് അപ്പൊ അത് താങ്ങാനേ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ വീണ്ടും ജിയെ കാണാൻ വേണ്ടി ഓടി വരുന്നു. എന്നിട്ട് അവളോട്, നീ പറ അവൾ എവിടെയാണ്, അവളെ എനിക്ക് കാണണം, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന്, പക്ഷെ എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം, ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്, പക്ഷെ എനിക്ക് അവളോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ജിയ, അവളെ ഈ ലോകത്തുനിന്ന് തന്നെ ഡിസപ്പിയർ ആയി പോയിരിക്കുക, നിന്നെ പോലെ തന്നെ എനിക്കും അവളെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് വേറാൻ ഇവളെ ഇവന് കൊടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ആ ഒരു ലെറ്റർ ഇവന് കൊടുക്കുന്നു. അത് അവള് ഇവന് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇവന് നേരിട്ട് അവളോട് സംസാരിക്കാനുള്ള സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. സോ ഒരു ലെറ്റർ ആയിട്ട് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എഴുതി ഇവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇത് വായിക്കുന്നത് ഞാൻ ഈ ലോകത്ത് നിന്ന് പോയിട്ടായിരിക്കും, നിങ്ങൾ അവസാനമായിട്ട് പോയത് ലിയ വിളിച്ചിട്ടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത തീരുമാനം ശരിയായിട്ടുള്ളതാണ്, പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത് എന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതോർത്തൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല, നമ്മൾ തമ്മിൽ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്, നിങ്ങളുടെ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അത് മതി, ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നത് എന്റെ അമ്മയുടെ ഡ്രീം പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്, എന്റെ ഈ ലൈഫ് കൊണ്ട് എന്റെ അമ്മയുടെ അവസാന ആഗ്രഹമെങ്കിലും പൂർത്തീകരിക്കാനാവട്ടെ, അതിലെങ്കിലും എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ ഇവനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു ലൈൻ പോലും എഴുതിയിട്ടില്ല. ഇവന്റെയും ഗേൾ ഫ്രണ്ടിന്റെയും ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടി അവള് മാറിക്കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് വായിക്കുന്ന സമയത്ത് ഇവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു റിലേഷൻ തേടി പോയി എങ്കിൽ പോലും ഇവന്റെ ഒരു ഭാഗം വെച്ച് ഇവൻ പറയുന്നത് അവൻ ഇവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ അത് താങ്ങാനേ ആവുന്നില്ല. അപ്പോ ഇവന്റെ ആ ഒരു ഫീലിങ്സ് കാണുമ്പോൾ ജിയ ഇവനോട്, അവളുടെ തീരുമാനം അവൾക്ക് ശരിയായിരുന്നു, അതിനെ റെസ്പെക്ട് ചെയ്യാനേ നമുക്ക് സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവന് അതൊന്നും താങ്ങാനേ ആവുന്നില്ല, അതുകൊണ്ട് തന്നെ ഇരുന്നും കിടന്നൊക്കെ അവിടെ കിടന്ന് ഫുള്ള് കരഞ്ഞ് നിലവിളിക്കാണ്. അപ്പൊ ഇവിടെ ലിയ സൂയാനോടുള്ള ദേഷ്യത്തില് അവളിപ്പോ ലൈവില് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കുറിച്ച് കേട്ട വാർത്തയൊക്കെ ശരിയാണ്, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് ഇവളെ സൂയാനെ കുറിച്ച് ജനങ്ങളോട് പറയുന്നു.
പക്ഷെ അതൊന്നും ആരും തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം അവൻ അത്രയും അവന്റെ വൈഫിനെ എല്ലാവരുടെ മുന്നിലും പൊക്കിക്കൊണ്ട് നടന്ന വ്യക്തി ആയിരുന്നല്ലോ. അങ്ങനെ ഒരു വ്യക്തി നിന്നെ പോലെ ഒരുത്തിക്ക് വേണ്ടി സ്വന്തം വൈഫിനെ ചതിക്കില്ല എന്ന് പറഞ്ഞ് കമന്റ്സ് വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് പിന്നീട് ആ ഒരു ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് തെറിവിളി നടക്കാണ്. മാത്രമല്ല അപ്പോഴേക്കും സൂയാന്റെ ആളുകളും അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വാങ്ങിച്ചു കൊടുത്ത വീട്ടിലാണല്ലോ ഇവളിപ്പോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഈ വീട് മാത്രമല്ല അവൻ ഇവൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ തിരിച്ചെടുക്കാനായിട്ടാണ് ഇവരിപ്പോ വന്നേക്കുന്നത്. അത് കേട്ട് ഇവള് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു. അതുകൊണ്ട് പിറ്റേന്ന് തന്നെ ഇവള് സൂയാനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഒന്നും അല്ലാതാക്കാൻ നോക്കുവാണോ? നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ലേ? നമുക്ക് ഇനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാം. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഇവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഇവൻ അവളോട് ഞാനും നീ ആയിട്ടുള്ളത് ഒരു ഗെയിം മാത്രമായിരുന്നു, എന്റെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ളത്, അല്ലാതെ ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. ആ ഗെയിം ഇവിടെ അവസാനിക്കാണ്, മേല എന്നെ ഫോളോ ചെയ്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവള് വിചാരിച്ചിരുന്നത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഒരു കോൾ ഇവള് വിളിച്ചാല് അവൻ ഓടി വരുന്നത് ഇവളോടുള്ള ഇഷ്ടം കാരണമാണ്, അല്ലെങ്കിൽ അവന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവളാണ് എന്നൊക്കെ കരുതിയിട്ടാണല്ലോ. പക്ഷെ അതൊക്കെ തന്നെ ഇവളുമായിട്ടുള്ള റിലേഷൻ ഒരിക്കലും വേറാൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ അടുത്തോട്ട് നാട്ടുകാരൊക്കെ ഓടിക്കൊണ്ട് വരാണ്. എന്നിട്ട് ഇവളുടെ ദേഹത്തോട്ടൊക്കെ വേസ്റ്റ് എറിയാനും തുടങ്ങുന്നു. കാരണം വിവാഹം കഴിഞ്ഞ ഒരു നല്ല മനുഷ്യനെ, നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ ഇവളുടെ വാലിയിലേക്ക് വീഴ്ത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അപവാദം പറയാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി ഇവളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ഇവള് ഫുള്ള് ഒരു വട്ട് പിടിച്ച് തകർന്ന അവസ്ഥയിലാണുള്ളത്. ഇവൾക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഇവള് മാത്രമാണ് ഇപ്പൊ ഇവിടെ കുറ്റക്കാരിയായി വന്നേക്കുന്നത് എല്ലാവരുടെ മുന്നിൽ. സൂയാൻ ഇവളെ പ്രപ്പോസ് ചെയ്തതും ഇവളോടൊപ്പം നിന്നതൊക്കെ ഒരു റിയൽ ആയിട്ടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാണല്ലോ ഇവള് വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോ അങ്ങനെ ആയിരുന്നില്ല എന്നിവൾ അറിയുമ്പോൾ അവൾ ആഗ്രഹിച്ച ഒരു നേട്ടത്തിലോട്ട് ഇവൾക്ക് എത്താൻ സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളൊരു ഭ്രാന്തിയാവുകയാണ്. ഇവള് അവിടെ ഉണ്ടായിരുന്ന ഒരു മിറർ എറിഞ്ഞു പൊട്ടിച്ച് അതിലൊരു പീസ് എടുത്ത് അവളുടെ വെയിൻ അവള് കട്ട് ചെയ്യാണ്. എന്നിട്ട് അവളെ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് വേറാൻ, നീ പറഞ്ഞത് ശരിയായിരുന്നു, അയാൾ എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല, നീ ആയിരുന്നു ശരി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ മരിച്ചു വീഴുന്നു. അങ്ങനെ ഇപ്പോ സൂയാൻ അവന്റെ ഓഫീസിലാണ് ഉള്ളത്. അവനവന്റെ അസിസ്റ്റന്റിനെ വിട്ടിട്ട് ആ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുത്തത് വേറാൻ തന്നെ ആയിരുന്നോ എന്നൊക്കെ കൺഫേം ചെയ്യുന്നു. മാത്രമല്ല ആ ഒരു എക്സ്പെരിമെന്റ് നിർത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നിവൻ ചോദിക്കുമ്പോൾ ഇയാള് ഇല്ല സർ, അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവൻ നല്ലോണം തന്നെ അവളെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ഇവനെ സത്യത്തില് ലിയയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് തള്ളിവിട്ടത് ഇവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ തന്നെയാണ്. അവരുടെ നിർബന്ധവും ഇവന്റെ ഒരു തീരുമാനമില്ലായ്മയും തന്നെയാണ് ഇവന്റെ വൈഫിനെ ചീറ്റ് ചെയ്യുന്ന രീതിയിലേക്കും അവളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്കും എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവനെ ഇപ്പോ വന്ന് കളിയാക്കുന്നവരൊക്കെ അവനവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നു. അതിനുശേഷം ഇവനിപ്പോ മദ്യപിച്ച് അവളുടെ ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ ഇവന്റെ ആ ഒരു ബന്ധം അറിഞ്ഞിട്ടും തന്നോട് എങ്ങനെയാണ് നിന്നത്, സംസാരിച്ചത്, അതൊക്കെ തന്നെയാണ് ഇവന്റെ മനസ്സ് ഫുള്ള്. അവള് അത്രയും കടിച്ചു പിടിച്ചായിരുന്നല്ലോ അവളുടെ ആ ഒരു സങ്കടമൊക്കെ ഇവന്റെ മുന്നിൽ ഒളിപ്പിച്ചത്. അതൊക്കെ ആലോചിച്ച് ഇപ്പൊ ഇവൻ വളരെയധികം സങ്കടപ്പെടുന്നു. ആ ഒരു സമയത്ത് വേറാൻ ഇവന്റെ മുന്നിലുള്ളതുപോലെ ഇവന് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ ഒരിക്കലും ഒരു പെണ്ണിന്റെ പിറകെയും പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ അതൊരു ഇമാജിനേഷൻ മാത്രമാണല്ലോ. അതിനുശേഷം ഇവന്റെ ദിവസമുള്ള മദ്യപാനം കാരണം ഇവനിപ്പോ ഹോസ്പിറ്റലിലായിരിക്കാണ്. ജിയ ഇവനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോ ഇങ്ങനെ കിടന്ന് മദ്യപിച്ചിട്ട് എന്താ കാര്യം, സ്വയം നശിക്കാവുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ഇതൊന്നും ആരും കാണാനില്ല എന്ന് പറയുമ്പോ ഇവൻ അവളില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ കാല് പിടിക്കാം, എനിക്കറിയാം അവള് തിരിച്ചു വരില്ലെന്ന്, പക്ഷെ ആ ഒരു എക്സ്പെരിമെന്റ് നടന്ന സ്ഥലമെങ്കിലും എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ച് ഇവൻ ഒരുപാട് കേണ് അപേക്ഷിക്കുമ്പോ അവളും ഇവനോട് ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം സൂയാനെ ജിയ ആ ഒരു റിസർച്ച് സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ട് എത്തുന്നു. പക്ഷെ അവള് ആ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു വീഡിയോ, ഒരു മൊഴി പോലെ അവളുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നൽകിയിട്ടുണ്ട്. തന്റെ ഐഡന്റിറ്റി ഇവിടെ ഉപേക്ഷിക്കാണ്, ഈ ഒരു എക്സ്പെരിമെന്റ് അഥവാ ഫെയിൽ ആയാൽ പോലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ആ സയന്റിസ്റ്റും ഇവരെ പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് ഇവനോട് സർ, മാഡത്തിനോട് ഞാൻ പലതവണ ചോദിച്ചതാണ് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്, പക്ഷെ മാഡത്തിന് സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്ത് ആരുമില്ല, അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ നമ്മൾ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഇവൻ ആകെ തകർന്ന് എനിക്ക് ഒരു വട്ടം അവളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇവന്റെ ആ ഒരു കരച്ചില് കാണുമ്പോൾ ദൂരെ നിന്ന് കണ്ടോളാനായിട്ട് പറഞ്ഞ് അവളെ കാണിക്കുന്നു. അവളുടെ ബോഡി ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത്, പക്ഷെ അവൾക്ക് ഓർമ്മയോ ബോധമോ ഒന്നും തന്നെ ഇല്ല, വേറെ ഒരു നിശ്ചലമായിട്ടുള്ള ശരീരം മാത്രം. അപ്പോ ഇവൻ ഇയാളോട് ഇനി ഇവളെ എന്നാണ് എഴുന്നേൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാളും ഈ
ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആയാല് 50 വർഷമെങ്കിലും എടുക്കും എന്ന് പറയുമ്പോൾ ഇവൻ എനിക്കുള്ളതെല്ലാം ഞാൻ തന്നേക്കാം, ഈ ഒരു എക്സ്പെരിമെന്റ് ഒരിക്കലും ഫെയിൽ ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇയാളും അത് കേട്ട് ഷോക്കായി. അതിന് ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇവൻ ഇങ്ങനെ പറയുമ്പോൾ ഇയാള് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് ഫെയിൽ ആവില്ല, ഞങ്ങൾ മാക്സിമം ശ്രമിക്കും എന്നൊരു വാക്ക് ഇവന് കൊടുക്കുന്നു. അതിനുശേഷം ദിവസവും ഇവൻ ആ ഒരു സ്ഥലത്തേക്ക് എത്താറുണ്ട്. അങ്ങനെ ഇപ്പോ ദിവസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ആ ഒരു 50 വർഷങ്ങള് കടന്നുപോയിരിക്കുകയാണ്. സോയാൻ ഇപ്പോ വളരെ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കുന്നു. ഈ 50 വർഷവും ദിവസവും അവൻ ഇവളെ കാണാൻ വരാറുണ്ട്. പക്ഷെ ഇപ്പോ അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇവൻ ആരാണ്, ആ ഒരു കിടക്കുന്ന വ്യക്തിയായിട്ട് എന്താണ് ബന്ധം എന്നൊന്നും അറിയില്ല. അപ്പോഴേക്കും ഒരു സയന്റിസ്റ്റ് വന്ന് ഇവൻ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു വാർത്ത അറിയിക്കുന്നു. ആ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയി എന്ന്. ആ വ്യക്തിക്ക് ബോധം വന്നു എന്നും പറയുന്നു. അതായത് അന്ന് ആ ഒരു എക്സ്പെരിമെന്റ് നടന്നത് 2024 ഇപ്പോ 2074 ആയിരിക്കാണ്. ആ ഒരു എക്സ്പെരിമെന്റ് വൺ സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വേറാൻ പറഞ്ഞതുപോലെ തന്നെ അവളുടെ അമ്മയുടെ പേര് തന്നെയാണ് ആ ഒരു എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആക്കിയ വ്യക്തി എന്ന രീതിയിൽ പുറത്തേക്ക് വിടുന്നത്. അവരുടെ തിയറീസ് ഒക്കെ ആയിരുന്നല്ലോ ഇതിനെ വർക്ക് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ വേറാനെ കാണിക്കാണ്. അവള് സ്റ്റിൽ എങ്ങായിട്ട് തന്നെയാണുള്ളത്. അവള് ആ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുമ്പോൾ എത്രയാണോ വയസ്സ് അതേ വയസ്സിൽ തന്നെയാണ് അവള് ഇപ്പോഴും ഉള്ളത്. അവളിപ്പോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ നടത്തി അങ്ങനെ ഒരു ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവളുടെ മുന്നിലോട്ട് ഇതുവരെയും സൂയാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനിപ്പോ ഇവളെ കാണാനായിട്ട് അവളുടെ ആ ഒരു ഷോപ്പിലോട്ട് എത്തുന്നു. പക്ഷെ ഇവൾക്ക് അവനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ സർ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ സോറി താൻ വഴി മാറി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയങ്ങൾ ഓർത്ത് അവനിപ്പോ ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ആ ഒരു മൈൻഡിലൊന്നും തന്നെ ഇവനില്ല. ഇവനായിട്ട് അത് ഓർമ്മപ്പെടുത്താനും നിൽക്കുന്നില്ല. അവള് എന്നേക്കുമായിട്ട് ഇവന്റെ ലൈഫിൽ നിന്ന് ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയതാണല്ലോ. സോ അവൻ ആ ഒരു പണിഷ്മെന്റിൽ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ വിധിയുടെ മുന്നിൽ ഇവർക്ക് പരസ്പരം കാണാൻ മാത്രമേ സാധിക്കൂ, ഇനി ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല എന്നൊരു അവന്റെ തിരിച്ചറിവില് ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇതൊരു ഹാപ്പി എൻഡിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവര് വീണ്ടും ഒന്നിക്കണം എന്നാണോ തോന്നിയത്, അതോ ഇവന് ഇങ്ങനെ ഒരു ശിക്ഷ തന്നെ വേണമായിരുന്നു എന്നാണോ തോന്നിയത്? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.